ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ സമയം 5 മണിയായി. ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നല്ലൊരു വർക്കൗട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. കാരണം ഇത് ഞാൻ 1.5-2 ഇയേഴ്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് നല്ല മാറ്റമുണ്ട്, ഒത്തിരി വെയിറ്റൊക്കെ റെഡ്യൂസായി. അപ്പോൾ ഇതിൻ്റെ ഇൻസ്പിറേഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഹോങ്കോങ് എമി വോങ് എന്ന ഒരു എക്സസൈസ് ഗേളുണ്ട്. അവരുടെ വീഡിയോ കണ്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. വെരി യൂസ്ഫുള്ളാണ്. നമ്മുടെ വെയിറ്റൊക്കെ വെറും 6 മന്തിൽ 11 kg കുറയും കേട്ടോ. അപ്പം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊരു 3-4 മന്ത് അങ്ങനെ ഗ്യാപ്പാണ്, എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ എഗൈൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മളെ ബോഡി നല്ല സ്ട്രെച്ചർ ആകാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. കാർഡിയോ വർക്കൗട്ടാണ്, നല്ല സ്വെറ്റിംഗ് ആവും. 40 സെക്കൻഡ് വാക്ക്, എഗൈൻ വർക്കൗട്ട് 20 സ്റ്റെപ്പ്, എഗൈൻ 40 സെക്കൻഡ്, അങ്ങനെയാണ് കേട്ടോ വാക്ക് ചെയ്യുന്നത്. ഞാനത് കുറച്ചേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ഒരു ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ 30 മിനിറ്റ്സ് വർക്കൗട്ടാണിത്. നമ്മുടെ ഓരോ ഫുൾ ബോഡി, കാല്, കൈ, തൈ, സ്റ്റൊമക്ക്, ബാക്ക് എല്ലാത്തിനും ഉള്ളതാണ് ഈ വർക്കൗട്ട്. ഓക്കെ, ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. അപ്പോൾ നമ്മൾ ½ ആൻ അവർ എക്സസൈസ് ആണ് കേട്ടോ, 30 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈച്ച് വർക്കൗട്ട് നമുക്ക് 15 സെക്കൻഡ് റെസ്റ്റ് ഉണ്ട് കേട്ടോ. ദെൻ അഗെയിൻ 40 സെക്കൻഡ് വാക്ക്, 40 സെക്കൻഡ് വർക്കൗട്ടാണ്. 30 സ്റ്റെപ്പാണുള്ളത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാണുന്നത് കണ്ടോ, നല്ല ഫുള്ള് സ്വെറ്റിംഗ് ആയി, നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് നല്ല ഗ്ലോ വരും ഫേസൊക്കെ. നമ്മൾ നടക്കുമ്പോഴല്ല ഇങ്ങനെ ഫ്ലൈ ചെയ്തുപോലെ നടക്കുന്നു നമുക്ക് തോന്നും വെയിറ്റ് റെഡ്യൂസ് ആകുമ്പോൾ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് സ്ലോലി വാക്ക് ചെയ്യാം. 1, 2, 3 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 40 സെക്കൻഡ് വാക്ക് ആൻഡ് 40 സെക്കൻഡ് വർക്കൗട്ടാണേ. ഫസ്റ്റ് നമുക്ക് സ്ലോ വാക്ക് ചെയ്താൽ മതി കേട്ടോ. സ്ലോ റിലാക്സ് ആയിട്ട് നമ്മൾ വാക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തിനെങ്കിലും സ്ലോ നടക്കുന്നത് ചോദിച്ചാൽ നമുക്ക് റിലാക്സേഷൻ ആകാനാണ് കേട്ടോ. നമ്മൾ വർക്കൗട്ട് ചെയ്ത് 40 സെക്കൻഡ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് റിലാക്സേഷൻ ഉണ്ടാവാം. അങ്ങനെ ദെൻ 15 സെക്കൻഡ് നമുക്ക് റെസ്റ്റ്. അപ്പോൾ നമ്മൾ പയ്യെ വാക്ക് ചെയ്യാം കേട്ടോ. പയ്യെ വാക്ക് ചെയ്യണം. ഇത് ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ 40 സെക്കൻഡ് സം ടൈം കാണിക്കത്തില്ല. നിങ്ങളത് 40 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാവുള്ളൂ. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈനി ആൻഡ് ലിഫ്റ്റാണ് കേട്ടോ. ആം ലിഫ്റ്റാണ് കേട്ടോ. കണ്ടോ, നമ്മൾ ഇതുപോലെ നമ്മൾ നല്ലപോലെ ചെയ്യണം. ഇപ്പം നമുക്ക് കൈയുടെ മീൻസ് നമ്മുടെ ഷോൾഡറിൻ്റെ ഒക്കെ വണ്ണം കുറയാനും നമ്മുടെ തൈയുടെ വണ്ണം കുറയാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ വെയിറ്റ് ഒക്കെ റെഡ്യൂസ് അത് ഏത് വർക്കൗട്ടാണെങ്കിലും കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ വെയിറ്റ് റെഡ്യൂസ് വർക്കൗട്ട് ആകത്തുള്ളൂ കേട്ടോ. അപ്പം നല്ലപോലെ സ്വെറ്റിംഗ് ആകും. നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 1-2 ദിവസം നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കുള്ള നമുക്ക് ഭയങ്കര ഇനിയും ചെയ്യണം, ഇനി നമുക്ക് വർക്കൗട്ട് ചെയ്യണം, നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം വരും. നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ സ്റ്റൊമക്ക് നല്ലപോലെ ടൈറ്റായിട്ട് പിടിക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്റ്റൊമക്ക് റെഡ്യൂസ് ആകും. ഇങ്ങനെ ടൈറ്റ് നമ്മുടെ ആമിൻ്റെ മീൻസ് വണ്ണം കുറയും, സ്റ്റൊമക്ക് നല്ലപോലെ പെട്ടെന്ന് റെഡ്യൂസ് ആകും. തൈക്കും ഓൾ ബോഡി വർക്കൗട്ടാണ് കേട്ടോ ഇത്. തൈയുടെ വർക്കൗട്ട് കഴിഞ്ഞ് നമുക്ക് 40 സെക്കൻഡ് വാക്ക് ചെയ്യാം കേട്ടോ. സ്ലോ വാക്ക് ചെയ്താൽ മതി. വാക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബോഡി റെഡ്യൂസ് ആവുകയും ചെയ്യും, കുറച്ച് റിലാക്സേഷനുമാണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ നമ്മളൊരു 40 സെക്കൻഡ് സ്ലോ വാക്ക്. ഓക്കെ, എനിക്കാണെങ്കിൽ ഇത് എക്സസൈസ് എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് എൻ്റെ കൂടെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആകത്തുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണേ. നെക്സ്റ്റ് പഞ്ച് ആൻഡ് സ്റ്റെപ്പാണ് കേട്ടോ. ഇത് നമ്മുടെ കാലിനും കൈക്കും ഉള്ള വർക്കൗട്ടാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ പഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഷോൾഡറൊക്കെ മൂവ് ആകാൻ നമ്മുടെ ഷോൾഡറിനൊക്കെയാണ് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തോളൂ. എൻ്റെ കൂടെ നിങ്ങൾ ചെയ്യണം കേട്ടോ വർക്കൗട്ട് രാവിലെ എണീറ്റിട്ട് നല്ലപോലെ. കാരണം അപ്പം നമുക്ക് നല്ലപോലെ സ്വെറ്റിംഗ് ഒക്കെ ആകും കേട്ടോ. നമ്മൾ എൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻഡിൽ നമുക്ക് സ്വെറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഒഴുകും. നമ്മുടെ ഫേസൊക്കെ നല്ല നമ്മൾ എന്നും വർക്കൗട്ട് ചെയ്യും. എഗെയിൻ നമുക്ക് വാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 40 സെക്കൻഡ് പഞ്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എഗെയിൻ നമുക്ക് 40 സെക്കൻഡ് വാക്കാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ 1 ഗ്ലാസ് വെള്ളമോ എന്തെങ്കിലും കുടിച്ചിട്ട് മാത്രമേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലപോലെ വാക്ക് ചെയ്യുക, സ്ലോലി വാക്ക്. നെക്സ്റ്റ് സൈഡ് ടു സൈഡ് വർക്കൗട്ടാണ് കേട്ടോ. നമ്മുടെ ഷോൾഡർ നല്ലപോലെ സ്ട്രെച്ച് ആകാനും ഷോൾഡർ നമ്മുടെ വൈഡുള്ള ഷോൾഡറൊക്കെ കുറഞ്ഞിട്ട് നമ്മുടെ ബോഡിക്ക് അനുസരിച്ചുള്ള നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്ത് കുറയുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ആ അകലമൊക്കെ കുറഞ്ഞിട്ട് ചിലർക്ക് വൈഡ് മീൻസ് ഷോൾഡർ ആണല്ലോ. അപ്പോൾ നമ്മളിത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ കുറച്ച് തിന്നാകും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടിയുള്ള എക്സസൈസ് നമ്മുടെ കാലിനും കൂടെ കൂടിയാണ്. ഇത് ചിലർ ജമ്പ് ചെയ്ത് ചെയ്യാറുണ്ട്. ഇതിപ്പം നോ ജമ്പാണ് കേട്ടോ ഈ വർക്കൗട്ട്. ഇപ്പം നമുക്ക് ഏജ് ആവർക്കും എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാണ്. കാരണം ഏജ് അവർക്ക് ജമ്പ് ചെയ്യാൻ ഭയങ്കര കഷ്ടമാണല്ലോ. അപ്പം നമുക്ക് ഇങ്ങനത്തെ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ഫുള്ള് മീൻസ് ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങളെല്ലാം കൂടെ വരിക. ഓക്കെ,
ദെൻ റിലാക്സ് 40 സെക്കൻഡ് വാക്ക്. ഓക്കെ, വാക്ക് എന്ന് പറയും നമ്മൾ. ഇനി ഒരു കുറേ പേരോട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പറയേണ്ട കേട്ടോ, നല്ല കുറേ പേരും ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമുക്ക് വാക്ക് ചെയ്യാനാണെങ്കിൽ എൻ്റെ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമൊക്കെ ജിമ്മിനൊക്കെ തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു കേട്ടോ, പിന്നെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ജിമ്മിന് പോകാത്തത്. ഈ വർക്കൗട്ട് എന്താണെന്ന് വെച്ചാൽ ആംഗിൾ ടാപ്പ് ഫ്രീ ആണ് കേട്ടോ. നമ്മൾ ആംഗിളുള്ള നമ്മുടെ ആംഗിളിൻ്റെ ഒക്കെ പെയിനൊക്കെ കുറയാൻ നമ്മൾ ഫ്രീ ആകാനുമാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തൈയുടെ വണ്ണവും ഇതിൻ്റെ കൂടെ അനുസരിച്ച് കുറയും. ഓക്കെ, അത് നമുക്ക് 10 സെക്കൻഡ് ചെയ്യണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൻ്റെ എക്സസൈസ് ബാക്ക് സൈഡിലും ഉണ്ട്. അപ്പോൾ നാളെ നിങ്ങളെല്ലാവരും കൂടി ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇതൊരു 10 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 25-30 സ്റ്റെപ്പ് വരും കേട്ടോ ഈച്ച്. ഈ സ്റ്റെപ്പ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാർഡിയോ വർക്കൗട്ടിൻ്റെ ഫൈനലിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പയ്യെ സ്വെറ്റിംഗ് ആകാൻ തുടങ്ങും, നമുക്ക് നല്ല കഥയ്ക്കും. അഗെയിൻ റിലാക്സ്, വാക്ക്. ഇടയ്ക്ക് വെള്ളം കുടിക്കണം കേട്ടോ, മറക്കല്ലേ. വാക്ക് നമ്മൾ കഥയ്ക്കണം കേട്ടോ. നമ്മൾ കഥയ്ക്കണം. എപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല കഥച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോഴാകുമ്പോൾ നമ്മുടെ കാർഡിയോ, നമ്മുടെ ഹാർട്ട് നല്ലപോലെ പമ്പിങ് ഫാസ്റ്റ് വർക്കൗട്ട് ഇതാകും. അപ്പോൾ ഇത് ടോപ്പ് ബാക്ക് മീൻസ് ആംഗിൾ നമ്മൾ 40 സെക്കൻഡ് ചെയ്യണം കേട്ടോ. അത് ഈച്ച് മീൻസ് ദാറ്റ് സൈഡ് റൈറ്റ് ലെഗും നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ. രണ്ടും കൂടെ ഒരു എപ്പോഴും നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ 2 സൈഡും ഒരുപോലെ ചെയ്യുക. ഒരു സൈഡ് മാത്രം ചെയ്യാൻ നമ്മൾ മറക്കരുത് കേട്ടോ. 40 സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ വാക്ക് ചെയ്യുക, സ്ലോ വാക്ക് കേട്ടോ. വാക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഇപ്പുറത്തെ കാലാണ് കേട്ടോ. ഞാനധികം കാണിക്കുന്നില്ല, എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കട്ടുകെട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനാവും എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും 40 സെക്കൻഡ് വാക്ക് ചെയ്തിട്ട് ഈച്ച് വർക്കൗട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എഗൈൻ വാക്ക് ചെയ്യുക, എഗൈൻ വാക്ക്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വെള്ളം കുടിക്കണം കേട്ടോ. ഞാൻ രാവിലെ 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വർക്കൗട്ട് എന്നറിയോ, നമ്മുടെ സൈഡ് പഞ്ചാണ്. നമ്മുടെ ഷോൾഡറിൻ്റെ നമ്മുടെ ഈ സൈഡ് കുറയാനും ഒക്കെ നമ്മൾ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ ഷോൾഡറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഫാറ്റ് ഉണ്ടാവില്ല, അത് കുറയും. നമ്മുടെ ഈ സൈഡിലെ ഫാറ്റ് കുറയും. ഇതൊക്കെ നമ്മൾ 40 സെക്കൻഡ് നമുക്ക് എത്ര സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമോ, ഞാൻ കുറച്ച് കാണിക്കുന്നത്, നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഒക്കെ നിങ്ങളൊരു 5ഓ 3ഓ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഗ്രാജുവലി ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഡേ ബൈ ഡേ നിങ്ങൾ 1 കുറച്ച് കൂട്ടി കൊണ്ടുവരണം കേട്ടോ. ഇത് നമ്മുടെ ഹിക്കാണ് കേട്ടോ. ഇത് നമ്മുടെ തൈയുടെ വണ്ണം കുറയ്ക്കാനും ഈ സൈഡിൻ്റെ ഒക്കെ ഫാറ്റ് കുറയ്ക്കാനും നല്ല യൂസ്ഫുള്ളാണ്. ഇത് നമ്മൾ സ്ട്രോങ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഹാപ്പിനെസ് ആയിട്ട് ചെയ്യുക. അപ്പോഴേ നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ആകില്ല. ഇപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല സന്തോഷത്തോടെ ചെയ്യുമ്പോഴേ നമ്മുടെ ഹോർമോൺ അത് പ്രൊഡ്യൂസ് ആകാനും നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നോട് നിങ്ങൾ സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ചെയ്യണം കേട്ടോ രാവിലെ. അപ്പോൾ ഞാനുണ്ടല്ലോ രാവിലെ എണീറ്റ് ഇനി വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം 1 2 3 സ്റ്റാർട്ട്. ഇത് ഷോൾഡറിനുള്ള വർക്കൗട്ടാണ് കേട്ടോ. നമ്മളിന്ന് ഷോൾഡർ റൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ നല്ലപോലെ കുറയാനും ഇവിടുത്തെ കൈയുടെ ഈ ആക്സിലിലെ ഇവിടുത്തെ ഫാറ്റൊക്കെ കുറയാനും ബാക്ക് ഫാറ്റൊക്കെ കുറയാനും നല്ലതാണ്. ഇത് സാധാരണ നമ്മൾ ലൈൻ ഡൗൺ പൊസിഷൻ ചെയ്യുന്ന വർക്കൗട്ടില്ല, അതിൻ്റെ സെയിം തന്നെയാണ് നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷൻ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ബട്ട് നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ നമുക്ക് ചിലർക്ക് കിടന്ന് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ നമുക്ക് നിന്നിട്ട് ചെയ്യാം കേട്ടോ. ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്വയർ വാക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളിരുന്നിട്ട് ഈ പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മൾ മുന്നോട്ട് 2 സ്റ്റെപ്പും പുറകോട്ട് 2 സ്റ്റെപ്പും വെച്ചിട്ട് നമ്മൾ ചെയ്യുക. ഓക്കെ, ഈ സ്ക്വയർ വാക്ക് നമ്മളിന്നെ പറയാം കേട്ടോ. ഇത് നമ്മൾ 10 സെക്കൻഡ് അങ്ങനെ കണ്ടിന്യൂ 40 സെക്കൻഡ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പം നിങ്ങൾ ഈ സ്റ്റെപ്പ് 40 സെക്കൻഡ് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ പിന്നെ അഗൈൻ നമ്മൾ വാക്ക് ചെയ്യുക കേട്ടോ. ഈ നമ്മുടെ സ്റ്റൊമക്ക് കുറയാനും നമ്മുടെ ബാക്കിൽ കാലിൻ്റെ ഒക്കെ സപ്പോർട്ടിന് വേണ്ടി ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ കംപ്ലീറ്റ് സ്റ്റെപ്പ് കാണിച്ചിട്ടില്ല കേട്ടോ. ഇനി 3-4 സ്റ്റെപ്പ് ബാലൻസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. നിങ്ങളിപ്പം ഇത്ര 25 സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് 5 ഡേയ്സ് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. 100 ഡേയ്സ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അത് കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് നമുക്ക്
സ്വെറ്റായി. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ സമയം 1 hour കറക്റ്റ്. ഞാൻ 5 o'clock സ്റ്റാർട്ടായി, ഇപ്പോൾ 6 o'clock ആയി. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് വീഴും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് എൻ്റെ ഒരു ഇൻസ്പിറേഷനാണ്. നെക്സ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഡയറ്റ് കൺട്രോൾ ചെയ്യുക, നല്ല ഹാപ്പി ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ, ഹാപ്പി നൈസ് ഡേ.